4 ഗ്ലാസ്, ഈ ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ നേരത്തെ അരച്ച കൂട്ടുണ്ടല്ലോ മീൻ പൊരിക്കുക, ആ അരപ്പ് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്കിടാം. ഇതാണ്ടോ, കുറച്ച് അരപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഈ അരപ്പ് വെള്ളത്തിലേക്കിടാം. ഇട്ടിട്ട് കായം, വിനാഗിരി, ആ മീനിൽ ചേർത്ത വിനാഗിരിയുടെ അത്ര വിനാഗിരി കൂടെ ഈ വെള്ളത്തിൽ ഞാൻ ചേർക്കുകയാണ്. പുളിപ്പ് പോരെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചേർക്കാം. എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ച് തീ കത്തിച്ച് നമുക്ക് വേവിക്കാം. ഉപ്പ് പാകത്തിന് കറക്റ്റായിട്ട്, അച്ചാറിൽ ഇച്ചിരി മുന്നിൽ നിൽക്കണം ഉപ്പ്. ഇത്ര ഉപ്പും കൂടെ, ഉപ്പിൻ്റെ ചാറാണ് ഞാൻ ചേർക്കുന്നത്. ഇനി തിളച്ച് വന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത ഉലുവ ഒക്കെ ഇടണം. അതിന് സമയമുണ്ട് വരട്ട്. കാരണം മുളക് പോരാന്ന്, മസാല പോരാന്നുണ്ടെങ്കിൽ മുളക് ഇത് വേവിച്ചിനി 2 ഗ്ലാസ്സാക്കി എടുക്കണം. മീൻ വറുത്തെടുക്കുന്ന നേരം കൊണ്ട് ഇത് തിളച്ച് വറ്റട്ടെ. മുളക് പോരെങ്കിൽ ശകലം കൂടെ 1 സ്പൂൺ കൂടെ ചേർക്കാം. ഞാൻ 4.5 ടീസ്പൂണാണ് എടുത്തത്. മൊത്തം എടുത്ത് മീനിലും ചേർത്ത് മസാലയിലും ചേർത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന 1/2 ടീസ്പൂൺ കൂടെ ചേർക്കാം. എരി കൂടുതൽ വേണമെന്നവരും വേണ്ടാത്തവരും കാണുമല്ലോ. എന്താ നേരത്തെ 4.5 ടീസ്പൂൺ എടുത്ത് ഇതിന് നിറച്ചെടുത്ത് ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. മസാല തിളയ്ക്കുന്ന ഉണ്ടോ, തിളച്ചിങ്ങനെ തിളച്ച് വേവട്ട്. അപ്പം നമ്മളെ മീൻ റെഡിയായിട്ടുണ്ട്. മീൻ നമുക്ക് കോരിയെടുക്കാം. ഓക്കെ, നേരത്തെ പൊടിച്ചെടുത്ത ഉലുവാണ്. അത് മൊത്തവും ഞാൻ എടുത്തില്ല. ഇതിനൊരു സ്പൂണാണ് ചേർക്കുന്നത്. ചിലപ്പോൾ കയ്പ്പ് കൂടിക്കളയും. അപ്പോൾ അത് ചേർക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും അതും ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ വറുത്ത് കോരിയ ഇതിൽ ഉപ്പും പുളിയും എല്ലാം നോക്കി എല്ലാം കറക്റ്റിനുണ്ട്. എൻ്റെ കറക്റ്റിനെല്ലാം ഉണ്ട്. ഇനി നമുക്ക് മീൻ ചേർക്കാം, വറുത്ത മീൻ. ഇനി നമുക്ക് താളിക്കുന്ന ഒരു രീതി കൂടെ ഉള്ളൂ. നമ്മൾ അച്ചാർ ഇവിടെ റെഡിയായി, അരപ്പും എല്ലാം നമുക്ക് റെഡിയായേ. എണ്ണ വെച്ച് അതിൽ 1 സ്പൂണ് കടുവിടാം. കടുവിട്ട് അതിൽ തന്നെ പച്ചമുളകിടാം. പച്ചമുളക് ഇത്രയും പച്ചമുളക് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ പകുതി ഇട്ടാൽ മതി. അത് വേറെ ഒരു കാര്യത്തിനും കൂടെയാണ് ഞാൻ അരിഞ്ഞു വെച്ചത്. എരിയൊക്കെ ഉണ്ട്. കടുകിട്ട് പൊട്ടി പച്ചമുളക്, പച്ചമുളകിട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കായം പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇട്ട് ഇതിലോട്ട് തട്ടി കായ ഞാൻ കട്ടക്കായാണ് എടുക്കുന്നത്. അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് മീനിലിട്ട് കൊടുത്ത് തണുക്കുമ്പോൾ കുപ്പിയിലാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് കൊതി വരുന്നു. നല്ല സൂപ്പർ മണം. ഇത് 2 കൂട്ടരിക്ക് ചിരിച്ചേ കൊടുക്കാനുണ്ട്.